ഹലോ, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഇനി വരുന്ന കാലം മലയാള സിനിമയുടെ ശുഭകാലമാണെന്നാണ് തോന്നുന്നത്. അതിന് പ്രധാന കാരണം മലയാള സിനിമാ ലോകം വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം ഈ കഴിഞ്ഞ കേരള ബജറ്റിൽ വി.ഡി. സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. മലയാള സിനിമയെ ഇനി മുതൽ സർക്കാർ ഒരു വ്യവസായമായാണ് കാണാൻ പോകുന്നത്. ഇത് വളരെ കാലമായി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം കൂടി ബജറ്റിൽ വന്നിരിക്കുകയാണ്. കൊച്ചി ആസ്ഥാനമായി ഒരു ഫിലിം സിറ്റി നിർമ്മിക്കും എന്നുള്ളതാണ്. ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു മേഖല തന്നെയാണ്. സിനിമയുടെ നിർമ്മാണത്തിനും ചിത്രീകരണത്തിനുമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വലിയ സ്റ്റുഡിയോ കോംപ്ലക്സ് തന്നെയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ, എഡിറ്റിംഗ്, ശബ്ദലേഖനം, പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ തുടങ്ങി ഒരു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ് ഫിലിം സിറ്റി എന്ന് പറയുന്നത്. കൂടാതെ അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. സിനിമയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന പ്രത്യേക ലൈബ്രറികളും സ്റ്റുഡിയോകളുമെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും. ഇതിനെയെല്ലാം ചേർത്ത് ഫിലിം സിറ്റികൾ പലപ്പോഴും മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി മാറാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി അത് 1666 ഏക്കറിൽ പരന്നു കിടക്കുന്ന, നമ്മുടെ എറണാകുളത്ത് നിർമ്മിക്കാൻ പോകുന്ന ഫിലിം സിറ്റി, മലയാള സിനിമയുടെ അഭിമാനകരമായി മാറുന്ന ആ ഫിലിം സിറ്റി ജെ.സി. ഡാനിയലിൻ്റെ പേരാണ് കൊടുക്കുക എന്നാണ് കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. ജെ.സി. ഡാനിയൽ എന്നത് മലയാള സിനിമയുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ വിഗതകുമാരനാണ് മലയാള സിനിമയിലെ ആദ്യത്തെ ശബ്ദമില്ലാത്ത സിനിമ. അദ്ദേഹത്തെ മലയാള സിനിമ ഒരിക്കലും മറന്നിട്ടുമില്ല. മലയാള സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനയുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്, ജെ.സി. ഡാനിയൽ അവാർഡ്. ശ്രീകുമാരൻ നമ്പിയെ പോലെയുള്ള പല പ്രശസ്തരായ ചലച്ചിത്രകാരന്മാരും ആ അവാർഡിന് അർഹരായിട്ടുള്ളവരാണ്. മലയാള സിനിമയുടെ അഭിമാനമായി മാറാൻ പോകുന്ന, ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ഫിലിം സിറ്റി നിർമ്മിക്കുമ്പോൾ ജെ.സി. ഡാനിയലോടുള്ള എല്ലാ ആദരവും വെച്ച് തന്നെ പറയട്ടെ, അതിന് തീർത്തും അർഹൻ മലയാള സിനിമയെ ശൈശവാവസ്ഥയിൽ കൈപിടിച്ച് വളർത്തി അതിനെ ഒരു ലാഭകരമായ ഒരു മേഖലയാക്കി മാറ്റിയ പ്രേംനസീറിൻ്റെ പേരല്ലാതെ മറ്റാരുടെ പേരാണ് നാം കൊടുക്കേണ്ടത്? പ്രേംനസീർ എന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു അത്ഭുതമാണ്. അദ്ദേഹം സിനിമാ മേഖലയിലെ അനേകം സൂപ്പർ താരങ്ങളിൽ ഒരാൾ മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം മലയാള സിനിമയുടെ തുടക്കത്തിൽ സിനിമ എന്നത് നാടക കലാരൂപത്തിൻ്റെ ആവർത്തനമായി വന്നപ്പോൾ അതിന് ആദ്യമായി ഒരു സിനിമാറ്റിക് രൂപം കൊടുത്തത് പ്രേംനസീറിൻ്റെ സാന്നിധ്യമായിരുന്നു. സ്റ്റുഡിയോകളിൽ ചിത്രീകരിച്ച 50കളിലെ മലയാള സിനിമ പലപ്പോഴും ഒരു സ്റ്റേജ് നാടകം പോലെ മാറിയിരുന്നു. നാം പിന്നീട് കൊട്ടിഘോഷിക്കപ്പെട്ട പല മികച്ച അഭിനേതാക്കൾ പോലും അവരുടെ മികച്ച ഭാവപ്രകടനങ്ങളെല്ലാം തന്നെ സിനിമ അഭിനയത്തിനും അപ്പുറം സ്റ്റേജ് നാടക അഭിനയത്തിനോടാണ് കൂടുതൽ സാമ്യത എന്ന്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് സിനിമകളേക്കാൾ ആൾക്കൂട്ടത്തെ ആകർഷിച്ചത് നാടകങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ നാടകത്തിനും അപ്പുറം കൂടുതൽ പണച്ചെലവുള്ള, സാമ്പത്തികമായി വൻ ബാധ്യത വരുത്തുന്ന ഒരു നിർമ്മാണ മേഖലയായിരുന്നു സിനിമ എന്നത്. ഒരുപക്ഷെ ആ രീതി തുടർന്നു പോയിരുന്നെങ്കിൽ കേരളം എന്ന കൊച്ചുനാട്ടിലെ മലയാള സിനിമ മുന്നോട്ട് പോകാതെ അവിടെ തളർന്നു കിടക്കുമായിരുന്നു. പിന്നെയും കാത്തിരിക്കേണ്ടി വരുമായിരുന്നു നാം മലയാള സിനിമയുടെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ഉദയത്തിന്. എന്നാൽ അവിടെയാണ് പ്രേംനസീറിൻ്റെ സാന്നിധ്യം ഏറ്റവും പ്രാധാന്യമുള്ളതായി മാറിയത്. സിനിമയുടെ ആകർഷണം എന്നത് നാടകങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്നും തെളിയിച്ചു കൊടുത്ത ആളായിരുന്നു പ്രേംനസീർ. അദ്ദേഹത്തിൻ്റെ ചടുലമായ ചലനങ്ങളും സംഭാഷണങ്ങളും മനോഹരമായ രൂപവും ഗാനാലാപനത്തോടൊപ്പമുള്ള ചുണ്ടനക്കവും പ്രണയസല്ലാപങ്ങളുമെല്ലാം മലയാളിയെ കൂട്ടത്തോടെ തൻ്റെ സിനിമകൾ കാണാൻ തിയേറ്ററിനുള്ളിലേക്ക്, ടാക്കീസിനുള്ളിലേക്ക് എത്തിക്കാൻ പ്രേംനസീറിന് അക്കാലത്ത് കഴിഞ്ഞിരുന്നു. 2 പതിറ്റാണ്ടിലധികം മലയാള സിനിമയിൽ നിരന്തരം സിനിമകൾ ചെയ്തുകൊണ്ട് ജനങ്ങളെയാകെ തൻ്റെ മാസ്മരിക പ്രഭാവലയത്തിൽ തിയേറ്ററിനുള്ളിലെത്തിച്ച ഒരു താരമായിരുന്നു പ്രേംനസീർ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് മലയാള സിനിമ എണ്ണം കൊണ്ട് വർദ്ധിക്കാൻ തുടങ്ങിയത്. മലയാളത്തെക്കാൾ വലിയ ഫിലിം ഇൻഡസ്ട്രിയായ തമിഴ്നാട്ടിലോ ബോളിവുഡിലോ ഒന്നുമില്ലാത്ത രീതിയിൽ
കൂടുതൽ എണ്ണം സിനിമകൾ കുറഞ്ഞ ബജറ്റിൽ കൂടുതൽ ലാഭം കൊയ്യാൻ കഴിഞ്ഞത് പ്രേം നസീറിന്റെ സാന്നിധ്യമായിരുന്നു. 30-ലധികം സിനിമകളിൽ നായക വേഷം അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞാടിയപ്പോൾ അത് അദ്ദേഹത്തെ ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ രക്ഷകനായി മാറ്റി. അവാർഡുകൾക്കോ മറ്റെന്തെങ്കിലും പുരസ്കാരങ്ങൾക്കോ വേണ്ടി അദ്ദേഹം ഒരിക്കലും പോയിരുന്നില്ല. തൻ്റെ നിർമ്മാതാവിന് ഈ സിനിമ മൂലം നഷ്ടമില്ലാതിരിക്കുകയുമാണെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ എത്രയോ സിനിമകളുണ്ട്. അത് രക്ഷപ്പെടുത്തിയത് നിർമ്മാതാക്കളെ മാത്രമായിരുന്നില്ല, ഈ ഇത്തിരി വട്ടത്തിലെ മലയാള സിനിമയെയും കൂടിയായിരുന്നു. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന് ലാഭകരമാക്കി മാറ്റിയ ഈ സിനിമാ മേഖലയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് മലയാള സിനിമ വികസിച്ചത്, നേട്ടങ്ങൾ കൊയ്തത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്കുണ്ടായ ഏത് നേട്ടങ്ങളെ പറ്റി പറയുമ്പോഴും നാം പ്രേം നസീറിനോട് കടപ്പെട്ട്. സിനിമാ മേഖലയ്ക്ക് ഇങ്ങനെയാണ് പ്രേം നസീറെങ്കിൽ അതിനും അപ്പുറം പ്രേം നസീർ നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ, സാംസ്കാരിക മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകളുണ്ട്. അത് ഒരു ജനതയുടെ സ്വഭാവത്തെയും സംസ്കാരത്തെയും ശീലത്തെയും എല്ലാം ബാധിച്ച, നിയന്ത്രിച്ച ഇടപെടലുകൾ തന്നെയായിരുന്നു. സിനിമ എന്നത് സാധാരണക്കാരുടെ വിനോദോപാധിയാണ്. പത്രങ്ങളും നോവലുകളും കഥകളും കവിതകളിലുമൊക്കെ അപ്പുറം അവനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതും സിനിമ തന്നെയാണ്. അങ്ങനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിവുള്ള മേഖലയിലെ മുടിചൂടാമന്നനായ താരനായകനായി പ്രേം നസീർ ഇരിക്കുമ്പോഴും അദ്ദേഹം ജീവിതം കൊണ്ടും താൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ കൊണ്ടും ജനസാമാന്യത്തിന് മാതൃകാ പുരുഷനായി തന്നെ നിലനിന്നു. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന നായകന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഭൂരിഭാഗവും. സ്നേഹവും കരുണയും കുടുംബ വാത്സല്യവുമെല്ലാമുള്ള നായകന്മാരായി പ്രേം നസീർ വന്നപ്പോൾ അത് പ്രേം നസീറിനെ സ്നേഹിച്ച മലയാളിയിൽ ഒരു കുടുംബത്തോടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയ എന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടാവില്ല. കാരണം അത്രയും ആഴത്തിലായിരുന്നു പ്രേം നസീർ അക്കാലത്ത് പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ. പ്രേം നസീറിന്റെ മലയാള സിനിമയിലെ സാന്നിധ്യം മലയാള സമൂഹത്തിൽ ഉണ്ടാക്കിയ മറ്റൊരു മാറ്റം നമ്മുടെ സമൂഹത്തെ മതേതരത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒരു സമൂഹമായി മാറ്റി എന്നുള്ളതാണ്. മതേതരത്വത്തെപ്പറ്റി ഒരുപാട് കവിതകളും കഥകളും പ്രസംഗങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രേം നസീറിന്റെ സാന്നിധ്യം ഒരു സമൂഹത്തിലുണ്ടാക്കിയ മതേതരത്വ മനസ്സ് ഒരു പക്ഷേ മറ്റൊരു സാമുദായിക പരിഷ്കർത്താവിനോ രാഷ്ട്രീയ നേതാവിനോ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പ്രേം നസീറിനോടുള്ള അടങ്ങാത്ത ആരാധനയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അവരിലുണ്ടാക്കിയ ഇഷ്ടവും പ്രേം നസീറിനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി കാണുന്നതിൽ നിന്നും പൊതുസമൂഹത്തെ അകറ്റി നിർത്തി. അങ്ങനെ ഒരു ചിന്ത പൊതുസമൂഹത്തിനുള്ളിലേക്ക് കയറി ചെല്ലുന്നതിനും അപ്പുറമായിരുന്നു പ്രേം നസീർ കഥാപാത്രങ്ങളും പ്രേം നസീറും സമൂഹ മനസ്സിൽ സ്ഥാനം പിടിച്ചു. അതുകൊണ്ട് തന്നെ 60കളിൽ തന്നെ കേരളം ഒരു മതേതരത്വ സമൂഹമായി മാറുന്നതിനും പ്രകടമായ വർഗീയതകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മതമെന്നത് ഒരു മനുഷ്യൻ്റെ സ്വകാര്യമായ കാര്യമെന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിനും ആ രീതിയിലുള്ള ഒരു സാമൂഹിക പരിവർത്തനത്തിനും പ്രേം നസീറിന്റെ ജീവിതവും അദ്ദേഹത്തിന് അഭിനയിച്ച കഥാപാത്രങ്ങളും കാരണമായി എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുള്ളത് പ്രേം നസീർ നമ്മുടെ സമൂഹത്തിൽ ചെലുത്തിയ മറ്റൊരു സ്വാധീനമാണ്. അത് പുരുഷന്മാരുടെ എല്ലാം സഹജമായ ഒരു പുരുഷാധിപത്യ സ്വഭാവത്തെ അല്ലെങ്കിൽ ആ മെയിൽ ഈഗോയെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിലൂടെയും തൻ്റെ കഥാപാത്രങ്ങളുടെയും സ്ത്രീകളോടുള്ള ക്ഷമാപൂർവമായ മര്യാദാപൂർവമായ മാന്യതയുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹം പങ്കുവച്ചപ്പോൾ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രേം നസീർ ഉയർത്തിയ പുരുഷ സങ്കല്പങ്ങളെ ആരാധിക്കുന്നതിന്, നായക കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്നതിനും അതുവഴി സ്ത്രീകളോട് ആദരവ് പുലർത്തുന്ന, കരുണ പുലർത്തുന്ന ഒരു പരിഷ്കൃത പുരുഷ സമൂഹത്തെ നമ്മുടെ കേരളത്തിൽ നേരത്തെ തന്നെ ഉരുത്തിരിക്കുന്നതിന് കാരണമായി മാറിയിട്ടുമുണ്ട്. അങ്ങനെ മലയാളിയുടെ ജീവിതത്തെയും ജീവിത രീതിയെയും ചിന്തയെയുമെല്ലാം ഏകദേശം 1/4 നൂറ്റാണ്ടോളം കാലം ദിശാബോധത്തോടെ സ്വാധീനിച്ച വ്യക്തിയായിരുന്നു പ്രേം നസീർ എന്നത്. ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചതിൻ്റെ ഒരു ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഒരു നായികയോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായതിൻ്റെ മറ്റൊരു ഗിന്നസ് റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായതിൻ്റെ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയായിരിക്കും. എന്നിട്ടും മാറി മാറി വന്ന നമ്മുടെ സർക്കാരുകൾ ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് വേണ്ട പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം.
അവസാന കാലത്ത് ഇപ്പോൾ ഭരണത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സജീവ പ്രചാരകനായി അദ്ദേഹം മാറിയിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ ഒരു സാമൂഹിക പ്രവർത്തനം എന്നതിലും അപ്പുറം മറ്റു നേട്ടങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മുകളിൽ പറഞ്ഞ ഈ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ വിജയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താം. എന്നാൽ അതിലുമെല്ലാം അപ്പുറം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെപ്പറ്റി നാം ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു നായക നടന് പോലും സാധിക്കാനാവാത്ത, ഒരാൾക്ക് പോലും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകത കൊണ്ടാണ് മലയാള സിനിമ ശൈശവത്തിൽ തന്നെ ജീവശ്വാസം നിലച്ചു പോകാതെ അത് വളർന്നു വന്ന് ഇന്ന് കാണുന്ന മഹാവൃക്ഷമായി പരിണമിച്ചത്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം അഭിനയിച്ച 90% സിനിമകളും വൻ വിജയമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരം തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കടമ കൂടിയാണ്. പ്രേം നസീർ എന്നത് മലയാളിക്ക് ഒരു നടൻ മാത്രമായിരുന്നില്ല, മലയാളിയുടെ സാംസ്കാരിക സ്മൃതിയുടെ ഭാഗമായിരുന്നു പ്രേം നസീർ. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളും ജീവിതശൈലിയും മലയാളിയുടെ കുടുംബബോധത്തെയും മാനുഷിക മൂല്യങ്ങളെയും മതേതര ചിന്തയെയും സാംസ്കാരിക അഭിരുചികളെയും സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഫിലിം സിറ്റി നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേം നസീറിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം. അന്നും ഇന്നും എന്നും നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ സ്ഥിര സാന്നിധ്യമായ ഒരു സാംസ്കാരിക പ്രതീകത്തിനുള്ള അംഗീകാരമാണ് ഫിലിം സിറ്റിക്ക് പ്രേം നസീറിൻ്റെ പേര് നൽകുന്നതിലൂടെ നാം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിനുള്ള അംഗീകാരത്തിനും അപ്പുറം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്. അതുവഴി അത് നമുക്ക് തന്നെയുള്ള അംഗീകാരമായി മാറുകയും ചെയ്യും. കേരള സിനിമാ ചരിത്രത്തിൽ വിപ്ലവാത്മകപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വി ഡി സതീശൻ സർക്കാർ JC ഡാനിയലിൻ്റെ പേര് നൽകാനിരുന്ന ഫിലിം സിറ്റിക്ക് JC ഡാനിയലോടുള്ള ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും പറയട്ടെ, ഫിലിം സിറ്റിക്ക് പ്രേം നസീറിൻ്റെ പേര് തന്നെ നൽകണം. അന്നും ഇന്നും എന്നും പ്രേം നസീറിനെ സ്നേഹിക്കുന്ന മലയാളികൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും ജാതിമത ചിന്തകൾക്കും അപ്പുറം ഈ വിഷയത്തെ നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തിച്ചുകൊണ്ട് ഈ വിഷയം വരും നാളുകളിൽ ഒരു ചർച്ചയായി മാറണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.